സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സഭയ്ക്കുള്ള കഷ്ടവും അപ്പോൾ തന്നെ യാക്കോബിൻ്റെ കഷ്ടകാലവും. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ 2000 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ 2000 വർഷമായി അനേകം കഷ്ടങ്ങളിലൂടെയാണ്, ഈ ലോകത്ത് നടന്ന അനേകം കഷ്ടങ്ങളിലൂടെ ദൈവസഭ സഞ്ചരിച്ച് ഇന്നും ജൈത്രയാത്ര തുടർന്ന് റാപ്ചറിന് വേണ്ടി ആ ദൈവസഭയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം അനുവദിച്ച അല്ലെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ സവിസ്തരം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഈ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന 70-ാം ആഴ്ചവട്ടത്തിൻ്റെ അല്ലെങ്കിൽ അവസാന 7 വർഷത്തെ ഒരു പീഡാകാലം എന്നുള്ളത് അത് യാക്കോബിന് അല്ലെങ്കിൽ ഇസ്രായേലിന് പ്രത്യേകമായിട്ടുള്ളതാണെന്നും നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവസഭയ്ക്കുള്ള കഷ്ടവും യാക്കോബിൻ്റെ കഷ്ടവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ, യാക്കോബിനുള്ള 7 വർഷത്തെ കാലഘട്ടത്തിലുള്ള കഷ്ടങ്ങളിലേക്ക് ഒരിക്കലും ദൈവസഭ കടന്നു പോവുകയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ അനാദികാല നിർണയമായിരുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. അത് പ്രവചന പദ്ധതിയിൽ പെടാതെ കർത്താവിൻ്റെ ഹൃദയത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നതും പൗലോസ് എന്ന അപ്പോസ്തലനിലൂടെ ദൈവം വെളിപ്പെടുത്തിയതുമായ ഒരു സത്യസുവിശേഷത്തിലൂടെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇന്ന് നിലവിൽ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന് ഈ 2000 വർഷമായി ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ഈ സഭയ്ക്ക് അനേകം കഷ്ടങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ കഷ്ടങ്ങളെല്ലാം അതിജീവിച്ചാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ കർത്താവ് റാപ്ചർ ചെയ്യുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം റാപ്ചറായി പോകുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 7 വർഷത്തെ പ്രൊഫറ്റിക്കൽ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനിടയിൽ ഈ ലോകം അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവനും 7 വർഷം വരാനിരിക്കുന്ന 7 വർഷത്തെ മഹാപീഡാകാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സംഭവിക്കും. അതിനുശേഷമാണ് ആ 7 വർഷത്തെ മഹാപീഡയിലേക്ക് യഹൂദനും ഈ ലോകവും കടക്കുന്നത്. അവിടെയാണ് യഹൂദൻ്റെ അല്ലെങ്കിൽ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന ആ വലിയ ട്രിബുലേഷൻ കടന്നു വരുന്നത്. അപ്പോൾ 7 വർഷത്തെ മഹാപീഡ അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷനുമായി ദൈവസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ദൈവസഭയുടെ കഷ്ടം വേറെ, അപ്പോൾ തന്നെ യാക്കോബിൻ്റെ കഷ്ടകാലം വേറെ എന്നുള്ള 2 ചിന്തകളാണെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പല പ്രിയപ്പെട്ടവരും 7 വർഷത്തിൻ്റെ മധ്യത്തിലാണ് റാപ്ചർ സംഭവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ യാക്കോബിൻ്റെ കഷ്ടകാലത്തിലെ നടുക്ക് വെച്ചിട്ടാണ് 3.5 വർഷം കഴിയുമ്പോഴാണ് സഭ റാപ്ചർ ആകുന്നത് എന്ന് തെറ്റിദ്ധരിച്ച്, അത് അറിവില്ലായ്മ മൂലം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പഠിപ്പിക്കൽ വളരെ തെറ്റാണ്. അതിനും ദൈവം അനുവദിച്ചാൽ ഇന്ന് ഒരു വിവരണം തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയ്ക്കുള്ള കഷ്ടവും യാക്കോബിൻ്റെ കഷ്ടവും രണ്ടും രണ്ടാണെന്നും സഭ ഈ കഷ്ടങ്ങളിലൂടെ കടന്ന് റാപ്ചറായി ഏകദേശം ഈ ലോകം 7 വർഷം കൂടി മുന്നോട്ട് പോയി അതിനുശേഷം മാത്രമാണ് യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കുക തന്നെയുള്ളൂ. എൻ്റെ മുൻകഴിഞ്ഞ വീഡിയോകളിലൊക്കെയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ചിന്തിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ കഷ്ടകാലവും അപ്പോൾ തന്നെ ദൈവസഭയുടെ കഷ്ടവും. ഇത് രണ്ടും നമുക്ക് തരംതിരിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം തന്നെ നമുക്ക് ദൈവസഭയ്ക്കുള്ള കഷ്ടങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഞാൻ ഏതാനും വാക്യങ്ങളെ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്നും കോർത്തിണക്കി അതിനകത്ത് ദൈവസഭയ്ക്കുള്ള കഷ്ടങ്ങളെക്കുറിച്ച് വാക്കുകളിൽ ഞാനത് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവസഭ എത്രത്തോളം കഷ്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ സഭ കടന്നു പോയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് ദൈവസഭയ്ക്കുള്ളത്. യാക്കോബിൻ്റെ 7 വർഷ കഷ്ടകാലത്തിലേക്ക് നമ്മൾ കടക്കുകയുമില്ല. അതിലും 7 വർഷം മുൻപെങ്കിലും നമ്മൾ റാപ്ചറായി പോകും എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. മേൽപ്പറഞ്ഞ ആളുകളുടെ വളരെ ഉപദ്രവം ദൈവസഭയ്ക്കുണ്ടാകും. അതുകൊണ്ട് അതിനെ വിട്ടൊഴിയുവാൻ പറയുകയാണ്. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം:
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസങ്ങളിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ദൈവം നൽകിയിരിക്കുന്ന സർവായുധ വർഗം എടുത്തുകൊണ്ട് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തെ അതിജീവിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വാഴ്ചകളെയും അധികാരികളെയും കീഴടക്കി ജയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളും ധരിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കുക. തിമോത്തിയോസിനോടുള്ള ഉപദേശമാണ്. പൗലോസ് തിമോത്തിയോസിന് എഴുതുകയാണ്. ഇത് നമുക്കും ബാധകമാണ്. ഈ ഉപദേശം ഏറ്റെടുത്ത് ഈ അന്ത്യകാലത്ത് വരുമ്പോൾ പത്യോപദേശം കേൾക്കാതെ കർണരസമായ കാര്യങ്ങളിൽ കേൾക്കുവാൻ ജനം തിരിയുന്നൊരു കാലം വരും. അങ്ങനെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുന്നൊരു കാലം വരും. പക്ഷേ നീയോ കഷ്ടം സഹിക്കുകയും സുവിശേഷകന്റെ വേല ചെയ്യുകയും ചെയ്യുക എന്ന് പൗലോസ് അവിടെ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം ദൈവസഭയ്ക്ക് വരുന്ന കഷ്ടങ്ങളിൽപ്പെടുന്ന ചില മുന്നറിയിപ്പുകളാണ് പൗലോസ് നൽകിയത്. അപ്പോൾ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? പ്രത്യേകം അവിടെ വാളോ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവസഭയ്ക്ക് ഉണ്ടാകാനുള്ള കഷ്ടതകളെക്കുറിച്ച് പൗലോസ് എണ്ണി പറയുമ്പോൾ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള് ഇതെല്ലാം വന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റുവാൻ ഒന്നിനും കഴിയുകയില്ല. അത്രത്തോളം ആഴമായ ബന്ധമാണ് ക്രിസ്തുവുമായിട്ട് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം അതിജീവിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ റാപ്ചർ, ആ കർത്താവിൻ്റെ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കും, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കും എന്നുള്ളത് പൗലോസ് ഇവിടെ പ്രവചനാത്മാവിൽ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടമനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് കർത്താവിൻ്റെ ശരീരമായി തീരുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച്, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ കഷ്ടകാലത്തിലേക്ക്, അല്ലെങ്കിൽ അവന് വളരെ കഷ്ടമുണ്ടാകും. കുടുംബത്തിൽ നിന്ന് പ്രശ്നമുണ്ടാകും, സമൂഹത്തിൽ നിന്ന് പ്രശ്നമുണ്ടാകും, സഭയിൽ നിന്നും സംഘടനയിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ അനേകം കഷ്ടം സഹിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. ഇത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. കണ്ടോ? ആ വാക്യം തന്നെ POC ബൈബിളിൽ 2 തിമോത്തിയോസ് 3-ന്റെ 12-ാം വാക്യം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പീഡനമുണ്ട്, ഉപദ്രവമുണ്ട് എന്നിവിടെ പൗലോസ് പറയുകയാണ്. നിർമ്മലമായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്ത് വളരെ ഉപദ്രവമുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതവും ഒരു തെളിവായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കണമെന്നുള്ള പൗലോസിൻ്റെ ഉപദേശവും കൂട്ടി ഇണക്കി നമ്മൾ പഠിക്കുമ്പോൾ അനേകം കഷ്ടങ്ങൾ ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവസഭ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ POC ബൈബിളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. യഹൂദരിൽ നിന്ന് അവർ സഹിച്ചതെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചുവല്ലോ. വിജാതയരോട് പറയുകയാണ്, ഈ ഒരു കാലത്ത് യഹൂദരിൽ നിന്നും
ദൈവരാജ്യ സുവിശേഷം പറഞ്ഞപ്പോൾ ആ ദൈവരാജ്യ സുവിശേഷത്തെ യഹൂദന്മാർ എതിർത്തതുപോലെ ഇവിടെ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ ആ കൃപയുടെ സുവിശേഷത്തെ എതിർക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവരാണ്, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്ന വിശ്വാസഗോളം തന്നെയാണ് ഈ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം നാട്ടുകാരിൽ നിന്നും നിങ്ങളും സഹിച്ചുവല്ലോ. അപ്പോൾ സ്വന്തം സഭയിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് തന്നെ ഈ സത്യസുവിശേഷം പറയുമ്പോൾ കഷ്ടങ്ങൾ അനുഭവിക്കും എന്നുള്ളത് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഫിലിപ്പി ലേഖനം 1:29 വാക്യം കൂടി വായിക്കാം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ഒരു വരമാണ് എന്നുള്ളതാണ് പറയുന്നത്. POC ബൈബിളിൽ വായിച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടെയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ വിശ്വസിക്കാൻ മാത്രമല്ല കർത്താവിനെ പ്രതി കഷ്ടം സഹിക്കുക എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് ദൈവം അത് അനുഭവിച്ച് നിത്യതയിൽ അതിനും കൂടി പ്രതിഫലം വാങ്ങുവാൻ ദൈവം നമുക്കൊരു വലിയ അനുഗ്രഹം തന്നിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടത എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ആ കഷ്ടതയുടെ നടുവിലാണ് ആ രൂപപ്പെടേണ്ട ആ ക്രിസ്തീയ വിശ്വാസം കൃത്യമായി രൂപപ്പെടുകയുള്ളൂ. ഒരു സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ, അഗ്നിയില്ലാതെ സ്വർണത്തെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ശുദ്ധീകരിക്കപ്പെടുകയില്ല, അതിന് അഗ്നിയിൽ തന്നെ ഇടണം. അതുകൊണ്ടാണ് കഷ്ടം അനുഭവിച്ച് ആ ശുദ്ധീകരണത്തിലേക്ക് പോകണമെന്ന് പറയുന്നതിൻ്റെ സാരം. നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. പൗലോസിന് പരിശുദ്ധാത്മാവ് ഓരോ പട്ടണത്തിലേക്ക് പോകുമ്പോൾ പൗലോസിനോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയാണ്, നീ എവിടെ പോയാലും നിനക്ക് കഷ്ടവും പീഡയും സങ്കടവുമാണ് ശേഷിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ അല്പം കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, അതൊരു ഇടുക്കമുള്ള വഴിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിയിച്ചു. അവൻ മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇടച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റേനാൾ ബർന്നബാസിനോട് കൂടെ ദർബയിലേക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. അപ്പോൾ പൗലോസ് ഈ സുവിശേഷത്തിന് വേണ്ടി കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്നുള്ളൊരു സ്റ്റേജിൽ ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി സ്വന്തം ജനമായ യഹൂദന്മാരിൽ നിന്നും. എന്നാൽ അദ്ദേഹം പറയുകയാണ്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് ശിഷ്യന്മാരെ ഉണർത്തിച്ചു. ആ മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന പൗലോസ് എഴുന്നേറ്റിട്ട് പല പട്ടണങ്ങളിലും പോയി സുവിശേഷം പറഞ്ഞ് അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് ശിഷ്യന്മാരെ അല്ലെങ്കിൽ ദൈവവിശ്വാസികളെ മനസ്സുണർത്തി ഉറപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ ഞാൻ വായിച്ചു. അതിൻ്റെ രത്നചുരുക്കമായിട്ട് സഭ അനുഭവിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണ്, ദുരുപദേശമുണ്ടാകും, ഭാവി കാലത്ത് ദുർഘട സമയങ്ങൾ വരും, ദുരുപദേശവും ദുർഘട സമയങ്ങളും വരും, അപ്പോൾ തന്നെ ദുർദിവസങ്ങൾ വരും, നമുക്കൊരു പോരാട്ടമുണ്ട്, കെട്ടുകഥ കേൾക്കാൻ തിരിയുന്നൊരു കാലം വരും, നീയോ സത്യത്തിന് വേണ്ടി നിൽക്കണം. അപ്പോൾ എന്നിത്യാദി കാര്യങ്ങളിലൂടെ സഭ മുന്നോട്ട് പോകേണ്ടതായി വരും. അനേകം കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് പറയുമ്പോൾ അനേകം കഷ്ടങ്ങൾ ഉണ്ടാകും എന്നിവിടെ പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ റോമാലേഖനം 8:35 മുതൽ 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു 11ഓളം വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതെല്ലാം ദൈവസഭയ്ക്ക് കടന്നു വരുവാനുള്ള പീഡകളായിട്ട് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്. ഇന്ന് വരെ സഭ റാപ്ചർ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇന്നുള്ളതും ഇനി വരാനിരിക്കുന്ന കഷ്ടങ്ങൾ കൂടി അല്ലേ. ഈ ലോകത്ത് ഈ 2000 വർഷത്തെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്ലേഗ് പോലെയുള്ള മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കൊറോണ പോലെയുള്ള മഹാമാരികൾ, അപ്പോൾ തന്നെ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം അല്ലേ, ഇതെല്ലാം ഈ ലോകം മുഴുവനും സംഭവിച്ചപ്പോൾ ഇതിനകത്തുകൂടെ ദൈവസഭ
അതിൻ്റെ ജൈത്രയാത്ര തുടർന്ന് ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഈ ദൈവസഭയ്ക്ക് റാപ്ചർ എന്നുള്ള ഒരു ആഹ്വാനം ദൈവം ഹൃദയങ്ങളിൽ കൊടുക്കുകയും അതിനുവേണ്ടി അനേകരെ ഉത്സാഹിപ്പിക്കുകയും ദൈവവചനത്താൽ അവരെ നേടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ദൈവസഭ ഇതിനെയെല്ലാം അതിജീവിച്ചിത ജൈത്രയാത്ര തുടരുകയാണ്. പ്രിയമുള്ളവരെ, ഈ സംഭവത്തെ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന 13 ലേഖനങ്ങളെ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ സഭയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ കാലങ്ങളിൽ പറയുകയും അപ്പോൾ തന്നെ ഭാവി കാലത്ത് ചില സംഭവങ്ങൾ സംഭവിക്കും എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏകദേശം ഒരു 30-35 വർഷം കഴിഞ്ഞപ്പോഴാണ് യോഹന്നാന് വെളിപ്പാട് എഴുതുവാൻ ദൈവം ഭാഗ്യം കൊടുക്കുന്നത്. അപ്പോൾ മേലാൽ സംഭവിക്കാനുള്ളത് രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ AD 95 മുതൽ അദ്ദേഹത്തിന് ഇത് കാണുന്നത് മുതൽ അങ്ങ് നിത്യത വരെയുള്ള കാര്യങ്ങൾ യോഹന്നാനെ കൊണ്ട് ദൈവം എഴുതിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അന്ന് സഭ റാപ്ചർ ആയിട്ടില്ലാത്തത് കൊണ്ടും ഇന്ന് വരെ സഭ റാപ്ചറായി ഇല്ലാത്തത് കൊണ്ടും എന്ത് സംഭവിക്കണം? AD 95 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രവും യോഹന്നാൻ കണ്ടിരിക്കണം. കാരണം യോഹന്നാനോട് പറഞ്ഞത് AD 95 മുതൽ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആ ജൈത്രയാത്രയും അതിൻ്റെ ഉൽപ്രാവണവും അതിൻ്റെ പരിണിത ഫലങ്ങളും അതോടനുബന്ധിച്ച് നടക്കേണ്ട ഈ ലോകത്ത് നടക്കേണ്ട യാക്കോബിൻ്റെ കഷ്ടകാലത്തെക്കുറിച്ചൊക്കെയും സവിസ്തരം എഴുതി, കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ചും എഴുതി, 1000 വർഷത്തെക്കുറിച്ച് എഴുതി, അപ്പോൾ തന്നെ സാത്താൻ്റെ പതനത്തെക്കുറിച്ച് എഴുതി. അങ്ങനെ പുത്തനാം യെരൂശലേമിൽ നാം എല്ലാവരും ഒന്നിക്കുന്ന ആ നിത്യത വരെയുള്ള ദൈവ മനുഷ്യരോട് കൂടെ വസിക്കുന്ന ആ നിത്യത വരെയുള്ള കാര്യങ്ങളെ യോഹന്നാൻ ക്രമമായി രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി മേലാൽ സംഭവിക്കാനുള്ളതും എന്ന് പറയുമ്പോൾ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ യോഹന്നാൻ എഴുതി വെച്ചു AD 95. ഇന്ന് 2024 നിൽക്കുമ്പോൾ 2000 വർഷത്തെ ചരിത്രം ഇന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നിട്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് പ്രവചിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കഷ്ടങ്ങളിൽ അത് ഈ ലോക ചരിത്രത്തിൽ 2000 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ, മഹാമാരികൾ, അല്ലെങ്കിൽ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ, അനേകം പീഡനങ്ങൾ, ഇതിലൂടെയൊക്കെയും ദൈവസഭ ലോകം മുഴുവനും ഇത് സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ദൈവസഭയെ കർത്താവ് കാലാകാലങ്ങളിൽ പണിതെടുത്ത് ഇന്നിവിടെ 2024 ആയപ്പോൾ ഇതേ അവസ്ഥയിൽ ദൈവം എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ അതിൻ്റെ 17-ാം വാക്യം വരെ വായിക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ആ 2000 വർഷത്തെ ചരിത്രത്തിൽ ദൈവസഭ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഇതിൽ വളരെ വ്യക്തമായി ഒരു ഫ്രെയിമിൽ നിർത്തിക്കൊണ്ട് ദൈവം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നും സഭ അനുഭവിക്കേണ്ട കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും അനുഭവിക്കുവാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം അതുള്ളത് കൊണ്ട് നമുക്ക് ജയമുണ്ടാകും, ഇതിൽ എല്ലാം നാം വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇങ്ങനെയുള്ള കഷ്ടങ്ങളാണ് ദൈവസഭയ്ക്കുള്ളത്. അപ്പോൾ ആ ദൈവസഭ അനുഭവിച്ച 2000 വർഷത്തെ കഷ്ടം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ AD 95 മുതൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ദൈവസഭ ഉടലെടുത്തതിന് ശേഷം അവിടെ നിന്ന് മുന്നോട്ട് ഇങ്ങനെ വന്ന ഈ 2000 വർഷത്തെ ചരിത്രം പഠിക്കുമ്പോഴാണ് വെളിപ്പാട് 6-ാം അധ്യായം അത് വെള്ളക്കുതിരയെ കാണുന്നു. അത് ആൻറ്റി ക്രൈസ്റ്റ് അല്ല, അവിടെയൊന്നും ആൻറ്റി ക്രൈസ്റ്റ് വരാൻ സമയമായിട്ടില്ല. റാപ്ചർ കഴിഞ്ഞാലല്ലേ ഇവൻ വരികയുള്ളൂ. തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറണ്ടേ അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്ന വെള്ളക്കുതിര ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ജൈത്രയാത്രയെ കുറിക്കുന്നു. അല്ലെങ്കിൽ അത് ആൻറ്റി ക്രൈസ്റ്റ് അല്ല, അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണുന്നത് ചുമന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞക്കുതിര. അവിടേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജൈത്രയാത്ര അവൻ പരാജയപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ വാള്, അസമാധാനം, ക്ഷാമം, മരണം, വാള്, ക്ഷാമം, പകർച്ചവ്യാധി, കാട്ടുമൃഗം, മനസ്സിലായോ? അതിനുശേഷം 5-ാം മുദ്ര പൊട്ടുമ്പോൾ രക്തസാക്ഷി മരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപയുടെ സുവിശേഷം തിരസ്കരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അനേകം ലേഖനങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ, റോമാലേഖനത്തിലൊക്കെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11-ന്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം എന്ന് പറഞ്ഞാൽ, സ്വാഭാവിക കൊമ്പുകളായ യഹൂദന്മാർ
ദൈവത്തെയും ദൈവിക ആലോചനയും എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും അതിന് മുന്നോടിയായി കർത്താവിൻ്റെ വഴി ഒരുക്കിയ യോഹന്നാനെയും ശിരച്ഛേദം ചെയ്യുകയും അതിനുശേഷം പിന്നീട് ക്രൂശ് മരണത്തിന് ശേഷം 12 അപ്പോസ്തലന്മാരെയൊക്കെയും പീഡിപ്പിച്ച് അല്ലെങ്കിൽ സ്തേഫാനോസിനെയും കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ദൈവികമായ എല്ലാ ആലോചനയും തള്ളിക്കളഞ്ഞ സ്വാഭാവിക കൊമ്പുകളെ ദൈവം എന്ത് ചെയ്തു? ഒരു ദാക്ഷിണ്യവും കൂടാതെ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ആ ദൈവരാജ്യ പദ്ധതിക്ക് വിരാമം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അല്പമായിട്ടുള്ള നിർത്തൽ ദൈവം ചെയ്തുകൊണ്ട് ജാതീയ ലോകത്തിന് സുവിശേഷം കൊടുത്തു. ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ജാതികളുടെ അപ്പോസ്തലനാണ്, ഈ സത്യസുവിശേഷം എനിക്ക് കർത്താവിൻ്റെ വെളിപ്പാടിനാണ് ലഭിച്ചത് എന്നൊക്കെയും പറഞ്ഞ് മുന്നോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ജാതീയ ലോകത്തോട് പൗലോസ് പറയുകയാണ്, ഞെളിയാതെ ഭയപ്പെടുക. നമ്മളോട് പറയുകയാണ്, ജാതീയ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനിരിക്കുന്ന സകല ജാതികളോടുമായി പൗലോസ് പറയുകയാണ്, ഞെളിയാതെ ഭയപ്പെടുക. കാരണം എന്താ? സ്വാഭാവിക കൊമ്പുകളെ ഇസ്രായേലിനെ ദൈവം ആദരിക്കാതെ അവരെ വെട്ടിക്കളഞ്ഞു. എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം പറയുമ്പോൾ അന്ത്യകാലത്തൊരു തിരസ്കരണവും രക്തസാക്ഷികളുടെ കൂട്ടമരണവും സംഭവിക്കുമ്പോൾ വെളിപ്പാടിൽ പറയുന്നത് പോലെ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ കാണുമ്പോൾ അവിടെ കുറച്ച് രക്തസാക്ഷികൾ മരണങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൗലോസിന്റെ ഈ വാക്കുകൾ അവിടെ നിറവേറും എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് ആ നിറവേറൽ സംഭവിക്കുന്നത്? നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ജാതീയ ലോകത്തോട് ദൈവം പറയുകയാണ്, സ്വാഭാവിക കൊമ്പായി ഇസ്രായേലിനെ ദൈവം വെട്ടിക്കളഞ്ഞു. എങ്കിൽ നിനക്ക് ലഭിച്ച അവസരം അത് പ്രയോജനപ്പെടുത്തി രക്ഷയിലേക്ക് വന്നില്ല എങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. കാരണം ദൈവം കൂടെ 2000 വർഷം ഇന്ന് ജാതികൾക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. ജാതികൾക്ക് വേണ്ടി ഒരു കാലഘട്ടം തുറന്നിരിക്കുകയാണ്. ഇന്ന് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസം കൂടാതെ ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷ അനുഭവിക്കുവാൻ ജാതികൾക്കും യഹൂദനും ദൈവം ഒരേപോലെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. ആ കൃപയുടെ വാതിൽ അടയുവാൻ കാരണമായി തീരുന്നത് ജാതികളുടെ തിരസ്കരണമാണ്. അവർ അഹങ്കരിച്ച് ഞെളിയുന്നത് കൊണ്ടാണ്, ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയതുപോലെ തന്നെ അസ്വാഭാവിക കൊമ്പുകളെ നിന്നെയും ലോകജാതികളെയും ആദരിക്കാതെ അവരെയും തള്ളിക്കളയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ജാതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അല്ലാത്ത സകലരും ജാതികൾ തന്നെയാണ്. അതിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരെ ഇന്ന് വിളിക്കുന്ന പേരാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സഭയോട് ചേരുവാനാണ് ലോക രാഷ്ട്രങ്ങളിലെ സകല മനുഷ്യരോടും ദൈവം ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കളയുന്നവർക്ക് ആ സ്വാഭാവിക കൊമ്പുകളെ ദൈവം മുറിച്ചു കളഞ്ഞതുപോലെ അവരെയും തള്ളിക്കളയും എന്നുള്ളത് ദൈവം ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ രക്തസാക്ഷി മരണം സംഭവിക്കുമ്പോൾ വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 5-ാം മുദ്ര പൊട്ടുമ്പോൾ അവിടെ രക്തസാക്ഷി മരണങ്ങൾ സംഭവിക്കുകയാണ്. 6-ാം മുദ്ര പൊട്ടുമ്പോഴാണ് വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. റാപ്ചറായി ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ലോകത്തുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് അവിടെ വിവരിച്ചത്. ആ റാപ്ചറിന്റെ സംഭവത്തിൽ ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ ഒരു സംഭവമായിരിക്കും റാപ്ചർ. എന്നാൽ നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വളരെ കണ്ണുമെക്കുന്നത്ര വേഗത്തിൽ നാം രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ, വിശ്വാസികൾ മാറുമ്പോൾ വിശ്വസിക്കാത്തവർക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായി അത് തീരും. അതിനുശേഷം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്ത് സുവിശേഷം പറയുവാൻ 144,000 പേരെ മുദ്രയിടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ റാപ്ചറായ ഒരു കൂട്ടത്തെയാണ് യോഹന്നാൻ സ്വർഗത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരമായി കാണുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? റാപ്ചറാണ് പൗലോസ് എഴുതി വെച്ചതെങ്കിൽ റാപ്ചർ സംഭവിച്ച് നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന കാഴ്ച കാണുവാൻ ഇതിങ്ങനെ ചരിത്രത്തിലൂടെ കടന്നുപോയി അങ്ങനെ റാപ്ചർ സംഭവിക്കുന്ന ദൈവസഭ സ്വർഗത്തിൽ നിൽക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്
ഉൽപ്രാവണത്തിലെടുക്കപ്പെട്ട ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 മുദ്ര പൊട്ടുമ്പോൾ റാപ്ചർ സംഭവിച്ച ദൈവസഭയെ വെളിപ്പാട് 7 അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ അവിടെ കാണുകയാണ് ഒരു എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരം അവിടെ പോയി നിൽക്കുന്നതായിട്ട് കാണുന്നത്. റാപ്ചർ സംഭവിച്ച ദൈവസഭയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ കഴിഞ്ഞ 2000 വർഷത്തെ കഷ്ടം അനുഭവിച്ച് അതിലൂടെ കടന്നുപോയി റാപ്ചർ സംഭവിക്കും. ഇനി നമുക്ക് ചിന്തിക്കാൻ ഉള്ളത് യാക്കോബിൻ്റെ കഷ്ടത കാലത്തെക്കുറിച്ചാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു പങ്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് 7 വർഷത്തെ പീഡാകാലത്തിൻ്റെ മധ്യയാണ് ദൈവസഭ റാപ്ചർ ആകുന്നതെന്ന് തെറ്റായി പഠിപ്പിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഈ വാക്യമാണ് എടുത്തു പറയുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. 3-ാമത്തെ വാക്യമാണ് ഏറ്റവും തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവനും വെളിപ്പെടണം. കണ്ടില്ലേ? ആദ്യം ഇവിടെ വിശ്വാസത്യാഗം സംഭവിക്കണം, എതിർ ക്രിസ്തു വെളിപ്പെടണം, എങ്കിൽ മാത്രമാണ് റാപ്ചർ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇവർ കാര്യം മനസ്സിലാക്കാതെ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ വ്യാഖ്യാനം. താഴേക്ക് വായിക്കുകയാണ്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മേലെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. അത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിനു മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ലേ? യഹൂദൻ്റെ ആഴ്ചവട്ടത്തെക്കുറിച്ചും അവിടെ പ്രത്യക്ഷപ്പെടേണ്ട എതിർ ക്രിസ്തുവിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നതിനെക്കുറിച്ച് അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ സംഭവിക്കും. പക്ഷേ അത് സംഭവിക്കുവാൻ തടസ്സമായിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. അതിന് തടസ്സമായിരിക്കുന്ന കാര്യം എന്താണ്? ആ ദൈവരാജ്യം നിർത്തൽ ചെയ്തതിന് ശേഷം പണിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതിൻ്റെ പണി തീർത്ത് ഇവിടെ നിന്നും റാപ്ചറായി പോകുന്നത് വരെ ഈ അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം പറയുവാനാണ് പൗലോസ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവിൻ്റെ റാപ്ചറിനെ കുറിച്ചും പറഞ്ഞതിന് ആ കാര്യങ്ങളെയാണ് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പൗലോസ് ശ്രമിക്കുന്നത്. ഒന്നുകൂടി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കർത്താവിൻ്റെ ദൈവസഭയോട് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവിൻ്റെ മധ്യാകാശ വരവിനെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവിൻ്റെ റാപ്ചറിനുള്ള വരവിനെക്കുറിച്ച് സഭയ്ക്ക് അറിയിപ്പ് കൊടുത്തു. അപ്പോൾ തന്നെ പൗലോസ് ആ സഭയോട് പറഞ്ഞു, കർത്താവിൻ്റെ റാപ്ചർ കൂടാതെ മറ്റൊരു വരവും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ദൈവസഭയിൽ പൗലോസ് മാറിക്കഴിഞ്ഞപ്പോൾ മറ്റു ചിലർ വന്ന് പറഞ്ഞു, ഇതാ ഇവിടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരാൻ പോകുന്നു, എതിർ ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു എന്നൊക്കെ ഒരു ദുരുപദേശം ഇന്നത്തെ മിഡ് ട്രിബുലേഷൻകാർ പറയുന്നത് പോലെ അന്നും ഇവർ പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, ഒരിക്കലും അതങ്ങനെ സംഭവിക്കുകയില്ല. കാരണം എന്താ? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. തടുത്തു നിർത്തിയിരിക്കുന്ന ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് നാം ഇവിടുന്ന് റാപ്ചറായി പോയാൽ മാത്രമാണ് ഈ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വിശ്വാസത്യാഗം സംഭവിക്കുകയും അങ്ങനെ അധർമ്മമൂർത്തി വെളിപ്പെട്ട് അനേകം വ്യാജ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ച് അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യമല്ല ആദ്യം സംഭവിക്കേണ്ടത്, ദൈവത്തിൻ്റെ സഭയുടെ റാപ്ചറാണ് ആദ്യം സംഭവിക്കേണ്ടത് എന്നുള്ളത് പൗലോസ് ഇവിടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ സന്ദർഭം. അല്ലാതെ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടണം എന്ന് പറയുമ്പോൾ അത് ദൈവസഭയോടുള്ള ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യമല്ല. ഇതെല്ലാം സംഭവിക്കണം, പക്ഷേ തടുത്തു നിർത്തിയിരിക്കുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ 69-നും 70-നും ആഴ്ചവട്ടത്തിന് ഇടയിൽ ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ പണി നിവർത്തിച്ച് റാപ്ചറാകാതെ 70-ാം ആഴ്ചവട്ടത്തിലേക്ക് ദൈവം കടക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അനേകം കഷ്ടങ്ങളിലൂടെ റാപ്ചറിൽ എടുക്കപ്പെടുമ്പോൾ അതിനുശേഷമാണ് തടുക്കുന്നവൻ, ഈ ദൈവസഭ മാറ്റപ്പെട്ടാൽ മാത്രമാണ് ഇവിടെ ഈ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശുവിൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. തെസ്സലോനിക്ക ലേഖനം 2-8 വാക്യത്തിൽ പറയുകയാണ്, കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. വെളിപ്പാട് 19 കാണുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ കാര്യമാണ് പൗലോസ് പറയുന്നത്.
ആ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയിൽ അവൻ്റെ വാക്കിനാൽ ഈ എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കും എന്നുള്ളത് പൗലോസ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ട് വരവിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പൗലോസ് പറയുകയാണ്. ഒന്ന്, റാപ്ചറിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ടോ, മേഘങ്ങളിൽ നാം അങ്ങോട്ട് പോവുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കും. മനസ്സിലായോ? നാം അങ്ങോട്ട് എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്നാൽ യഹൂദന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചാണ്. പൗലോസിന്റെ സുവിശേഷത്തിൽ നാം അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ പറയുന്നത് കർത്താവ് മഹത്വ പ്രത്യക്ഷത ചെയ്ത് ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. ആ കർത്താവ് വരുമ്പോഴാണ് അധർമ്മമൂർത്തിയെ നശിപ്പിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു വാക്യം എടുത്തുകൊണ്ട്, 3-ാം വാക്യം എടുത്തുകൊണ്ട്, ദൈവസഭ 3.5 വർഷം കഴിഞ്ഞേ എടുക്കപ്പെടുകയുള്ളൂ, ട്രിബുലേഷനിൽ കടന്നു പോകുമെന്ന് പറയുന്ന ഈ ദുരുപദേശത്തിൽ നിന്നും നിങ്ങൾ വിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഭയെ ഒരിക്കലും ഗ്രേറ്റ് ട്രിബുലേഷന് വേണ്ടിയല്ല, അല്ലെങ്കിൽ 7 വർഷത്തെ പീഡയ്ക്ക് വേണ്ടിയല്ല ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് പീഡ അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് മറ്റുള്ള വാക്യങ്ങളിലൂടെയും പൗലോസ് പറയുന്നുണ്ട്. നമ്മളെ ദൈവം കോപത്തിനല്ല നമ്മളെ വെച്ചിരിക്കുന്നത് എന്നൊക്കെയും അനേകം വാക്യങ്ങളിലൂടെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യഹൂദൻ്റെ 7 വർഷത്തെ സംബന്ധിച്ചുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെസ്സലോനിക്ക ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ വിശദീകരണമാണ്. ഒരിക്കലും ദൈവസഭ 7 വർഷത്തെ പീഡാകാലത്തിലേക്ക് തള്ളപ്പെടുകയില്ല. അതിനു മുൻപേ റാപ്ചർ സംഭവിക്കും. നമ്മൾ മാറിയാൽ മാത്രമാണ് ഇവിടെ അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ 7 വർഷം ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം: ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ 7 വർഷത്തെ പീഡാകാലം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് മാത്രമാണ്, ദൈവസഭയെ സംബന്ധിച്ചല്ല എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം: ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ കഷ്ടകാലം 70-ാം ആഴ്ചവട്ടം, അല്ലെങ്കിൽ ഇവിടെ യാക്കോവിൻ്റെ കഷ്ടകാലം, ആ യാക്കോവിന് മാത്രമാണ്, അവനെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രകമ്പനം ഈ ലോകം മുഴുവനും ഉണ്ടാകുമെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ 7 വർഷത്തെ പീഡ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് യഹൂദന് നൽകിയ പ്രവചന നിവൃത്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ: ആ കാലത്ത് ഗർഭിണികൾക്കും മുല കൊടുപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കർത്താവിൻ്റെ വാക്കുകളിൽ പറയുകയാണ്, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം ആ ജനത്തിന് അന്നുണ്ടാകും. ഏത് സമയത്തുണ്ടാകും? യാക്കോബിൻ്റെ കഷ്ടകാലത്തുണ്ടാകും. ജെറമിയ പ്രവാചകൻ പറഞ്ഞു, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് അതേ കാര്യം തന്നെ കർത്താവ് പറയുകയാണ്. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, വളരെ വലിയൊരു കഷ്ടം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അന്ന് ഗർഭിണികൾക്കും മുല കൊടുപ്പിക്കുന്നവർക്കും വളരെ ദുരിതമായിരിക്കും. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണം. കഷ്ടതയുടെ ആ കയ്പ് നീര് കുടിക്കുന്ന ഒരു കാലഘട്ടമാണ് യാക്കോബിന് വരാനിരിക്കുന്നത്, ഇസ്രായേലിന് വരാനിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുകയാണ്: അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥയെ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. പ്രിയമുള്ളവരെ, 70 വർഷം കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ബാബേൽ പ്രവാസത്തിൽ പോയ ജനം 70 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വരും എന്നുള്ള ഒരു കാലസംഖ്യ ദാനിയേൽ പ്രവാചകന്റെ കാലത്ത്, ദാനിയേൽ പ്രവാചകൻ തിരുവചനമെടുത്ത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. എന്ന് പറഞ്ഞാൽ ബാബേൽ പ്രവാസ കാലത്തിന് മുൻപേ പ്രവചിച്ച പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. അദ്ദേഹം എന്താണ് പ്രവചിച്ചത്? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 25-ന്റെ 11-ാം വാക്യം: ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും,
ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകൻ, ദാനിയേലിലും കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകം ദാനിയേൽ എടുക്കുകയാണ്. പ്രവാസകാലം കഴിഞ്ഞ് 70-ാം വർഷം തികയാൻ സമയത്ത് പ്രവാചകനായ ദാനിയേൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാലസംഖ്യ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരു കാലസംഖ്യ 70 വർഷം കഴിഞ്ഞ് നിങ്ങളെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തും എന്നുള്ളൊരു കാലസംഖ്യ ഗ്രഹിച്ചു. ദാനിയേൽ പ്രവാചകൻ ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അപ്പോഴവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം മറ്റൊരു വെളിപ്പാട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 70 വർഷമല്ല, ബാബേൽ പ്രവാസത്തിൽ നിന്നും 70 വർഷം കഴിയുമ്പോൾ തൻ്റെ ജനം മടങ്ങി വരും. എന്നാൽ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നുള്ളൊരു പുതിയ വെളിപ്പാട് ഈ ദാനിയേലിൽ കൊടുക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും 24-ാം വാക്യവും, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. പ്രത്യേകം ദാനിയേലിനോട് പറയുകയാണ്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ 70 ആഴ്ചവട്ടം എന്നുള്ള കണക്ക് ഈ യഹൂദനോടുള്ള ബന്ധത്തിലാണ്. ഇന്ന് ചരിത്രത്തിൽ 69 ആഴ്ചവട്ടം ചരിത്രമായി കഴിഞ്ഞു. ഇനി അവർക്കുള്ളത് ഒരു 7 വർഷം മാത്രമാണ്. ആ 7 വർഷത്തെയാണ് മഹാപീഡനകാലം. അതിൻ്റെ ആ 3.5 വർഷം, അവസാന 3.5 വർഷമാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള 70 വർഷം കഴിഞ്ഞാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരും എന്നുള്ള കാലസംഖ്യ ഗ്രഹിച്ചപ്പോൾ ആ മടങ്ങിവരവിന് തൊട്ട് മുൻപായി ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ചും ആ വിശുദ്ധ നഗരത്തെക്കുറിച്ചും ഒരു 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 490 വർഷത്തിൻ്റെ ഒരു കണക്കിലേക്ക് ദൈവം ദാനിയേലിനെ കൊണ്ടുപോവുകയാണ്. വളരെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാനിയേലിന് കൊടുത്തിരിക്കുന്ന ഈ വെളിപ്പാടനുസരിച്ച് നിനക്കും നിന്റെ ജനത്തിനും ആ വിശുദ്ധ നഗരത്തിനുമാണ് 70 ആഴ്ചവട്ടം. അപ്പോൾ അതിനിടയിൽ 69-നും 70-നും ഇടയിൽ ദൈവം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഈ ആഴ്ചവട്ടങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതിനിടയിൽ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഇറക്കി വെച്ചു കൊടുത്ത ഒരു കൃപായുഗമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രവചന പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന മാർമിക പദ്ധതിയിൽ ആ രഹസ്യം മനസ്സിലാക്കി അതിൽ രക്ഷിക്കപ്പെടുവാൻ എൻ്റെ പ്രിയമുള്ളവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതിനുശേഷം യാക്കോബിൻ്റെ കഷ്ടകാലത്തേക്ക് അവർ കടക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് 2 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനത്തെപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. എതിർ ക്രിസ്തു, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ റാപ്ചർ കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ച് ആ കാലയളവിൽ ഇസ്രായേൽ ജയിച്ചു നിൽക്കുന്നത് കൊണ്ട് വളരെ ഉടമ്പടികളൊക്കെ സ്ഥാപിച്ച് എന്ന് നമുക്കറിയാം. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും കഴിഞ്ഞപ്പോൾ ലോക നേതാക്കന്മാർ ഒന്നിച്ചുകൂടി ചില ഉടമ്പടികൾ വെച്ചിട്ടാണ് പുതിയൊരു ലോകത്തിലെ വ്യവസ്ഥയിലേക്ക് കടന്നുപോയത്. എന്നതുപോലെ തന്നെ 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ വളരെ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഒരുവൻ രംഗപ്രവേശനം ചെയ്യും. അവൻ 7 വർഷത്തേക്ക് മാത്രമാണ് അവന് കാലപരിധി ഉള്ളത് എന്നുള്ളത് ദാനിയേൽ അടക്കം ഇവിടെ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഈ പ്രവചനം അനുസരിച്ച് 7 വർഷത്തേക്ക് മാത്രമാണ് എതിർ ക്രിസ്തുവിന് ഭരണം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ
വെളിപ്പാട് 6:2 വരുന്നത് എതിർ ക്രിസ്തു അല്ല എന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണെന്നും അതിൻ്റെ ജൈത്രയാത്രയാണെന്നും ആ വെള്ളക്കുതിര ബോഡി ഓഫ് ക്രൈസ്റ്റ് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവിക സംവിധാനമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ 6-ാം അധ്യായത്തിൻ്റെ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിര വന്നത് എതിർ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ അവിടെ കുഴപ്പങ്ങൾ സംഭവിക്കും. കാരണം ഒരാഴ്ചവട്ടത്തേക്ക് മാത്രമാണ് എതിർ ക്രിസ്തുവിന് കാലാവധിയുള്ളൂ. ആ ഒരാഴ്ചവട്ടം എവിടെയാണ് ബൈബിളിൽ ഉള്ളത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ 6-ാം അധ്യായത്തിൽ കാണുന്നത് അദ്ദേഹമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പല വീഡിയോസിലും അതിന് വിശദീകരണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ യഹൂദൻ്റെ ആലയം പണിയാണ് നടക്കുന്നത്. അവിടെ ഉടമ്പടികളൊക്കെ വെച്ചിട്ട് ഇസ്രായേൽ മഹായുദ്ധത്തിൽ ജയിച്ചതുകൊണ്ടാണ് 9:15 കാണുന്ന 3-ാം ലോക മഹായുദ്ധം 13 മാസം കാലം നീണ്ടു നിൽക്കുന്ന 3-ാം ലോക മഹായുദ്ധം അതിൻ്റെ ജയം ഇസ്രായേലിനായിരിക്കും. ഇന്ന് തന്നെ നമുക്കറിയാം, ചുറ്റും കിടക്കുന്ന അറബികൾക്ക് ഒന്നും ഇസ്രായേലിനെ തൊടുവാൻ പോലും കഴിയാതെ ഇസ്രായേൽ ചുറ്റുമുള്ളവരെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്രിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കറ്റകൾക്ക് നടുവേ തീപ്പന്തമായി ഇസ്രായേലിനെ ഞാൻ നിർത്തും എന്നുള്ളത് പറഞ്ഞത് ആ പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഇന്ന് ചുറ്റും കിടക്കുന്നവർ വെറും കറ്റയായിരിക്കുമ്പോൾ, വക്യോലായിരിക്കുമ്പോൾ നടുക്ക് ഇസ്രായേൽ തീപ്പന്തമായി നിൽക്കുന്നു. കറ്റയ്ക്ക് തീപ്പന്തത്തോട് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു അവസ്ഥയിൽ ചുറ്റും കിടക്കുന്ന അറബികൾ കിടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം യുദ്ധം ഒരു സമാധാനത്തിലേക്ക് പോകും. പിന്നെയും ശക്തി ആർജിച്ച് വീണ്ടും അവർ തിരിച്ചടിക്കാൻ വരും. അപ്പോൾ ഇരട്ടി ശക്തിയോടെ ഇസ്രായേൽ തിരിച്ചടിക്കും. അങ്ങനെ 3-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേലിന് വലിയൊരു ജയമുണ്ടാകും. അതുകൊണ്ടാണ് ഉടമ്പടികളൊക്കെ എല്ലാം ഒപ്പുവെച്ച് അറബികൾ താൽക്കാലികമായിട്ടുള്ള ശമനം കിട്ടുവാൻ വേണ്ടി വേഗം ഉടമ്പടി ഒപ്പുവെക്കാൻ വരും. ഇസ്രായേലും അതിനോട് ചേർന്ന് ഞങ്ങൾക്കൊരു ആലയം പണിയുവാനുള്ള വ്യവസ്ഥ ചെയ്യുമെങ്കിൽ ഞങ്ങൾ ഉടമ്പടി ഒപ്പുവെക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹൂദന് അവരുടെ ആലയം പണിയണം. ഇന്ന് യഹൂദിൻ്റെ ആലയം പണിയുവാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തകർക്കപ്പെടും. അവിടെ ജെറുസലേം ദേവാലയം പണിയപ്പെടും. അവിടെയാണ് 2 സാക്ഷികൾ പ്രവചിക്കാൻ വരുന്നത്. ഈ 2 സാക്ഷികൾക്ക് വെളിപ്പാട് 11:13 വാക്യം, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 3.5 വർഷം ഇവർ പ്രവചിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ ശുശ്രൂഷ തികച്ച ശേഷമോ അവരുടെ സാക്ഷ്യം തികച്ച ശേഷമോ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ഇവരെ കൊന്നുകളയും. മനസ്സിലായോ? അങ്ങനെ 3.5 വർഷം ഇവർ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയൊക്കെയും എതിർ ക്രിസ്തുവാണ്. ഈ 3.5 വർഷം അതിൻ്റെ ഉടമ്പടി ഒപ്പുവെച്ച് 3.5 വർഷം ഇവർ പ്രവചിക്കുന്നു. 3.5 വർഷം കഴിയുമ്പോൾ ഇവരെ കൊല്ലുന്നു. അങ്ങനെ ഒരു താരപരിവേഷമൊക്കെ കിട്ടുന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മിഖായേൽ സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടാകുന്നു. സാത്താനെ വെട്ടിയിടുന്നു. സാത്താൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയായി എതിർ ക്രിസ്തു നിൽക്കുന്നു. സാത്താൻ്റെ അധികാരം മുഴുവനും ഈ മനുഷ്യന് കൊടുക്കുന്നു. അങ്ങനെ അവൻ ഒരു പൈശാചികനായി 13-ാം അധ്യായത്തിലേക്ക് മാറുമ്പോൾ അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 10 കൊമ്പും 7 തലയുമുള്ള ഒരു വലിയ മൃഗമായി വലിയ അമാനുഷിക ശക്തിയോടുകൂടെ മുകളിൽ നിന്ന് തീയിറക്കി പോലും മനുഷ്യനെ വഞ്ചിക്കുന്ന, അനേകരെ തെറ്റിക്കുന്ന ഒരു അമാനുഷിക പൈശാചിക വ്യക്തിയായി ഇദ്ദേഹം മാറും. അദ്ദേഹത്തിന് എത്ര വർഷമുണ്ട്? 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ 3.5 വർഷം മാത്രമേ എതിർ ക്രിസ്തുവിന് സാത്താൻ്റെ പിൻബലത്തോടുകൂടെ ഇവിടെ ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ സമയത്താണ് 666 മുദ്രയ്ക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്താണ് ദൈവത്തിൻ്റെ വചനവും വിശ്വാസവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രിയ ശബത്ത് മിനിസ്ട്രിക്കാരൊക്കെ എടുത്ത് പറയുന്നൊരു വാക്യമാണത്. അതായത് വെളിപ്പാട് പുസ്തകം 14:12 വാക്യം വായിക്കുകയാണ്, ദൈവകൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. കണ്ടില്ലേ, ഇവിടെ വിശുദ്ധന്മാരുണ്ട്, അത് ദൈവസഭയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയായ ശബത്ത് അനുസരിക്കണം എന്ന് ഈ ശബത്തുകാർ പറയുമ്പോൾ കാര്യം മനസ്സിലാക്കാതെയാണ് അവർ പറയുന്നത്. റാപ്ചർ കഴിഞ്ഞ് യഹൂദൻ്റെ പീഡാകാലം ആരംഭിക്കുമ്പോൾ ആ യഹൂദരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് 3.5 വർഷം അവൻ പൈശാചികനായി ഭരിക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന ഇസ്രായേലിലെ വിശുദ്ധന്മാർ കർത്താവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ 666 എന്ന പൈശാചിക മുദ്രയോടും ഈ പൈശാചികന്റെ ഭരണകൂടത്തോടും എതിർത്ത് നിന്ന് അതിനെ ജയിച്ച് കർത്താവിൻ്റെ സാക്ഷ്യവുമായി നിൽക്കേണ്ട ആ സഹിഷ്ണുതയാണ് ഇവിടെ ആവശ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് അവിടെ ആ കാലഘട്ടത്തിൽ 3.5 വർഷം കഴിഞ്ഞുള്ള പീഡാകാലത്തിലൊന്നും നമ്മളിവിടെ ഇല്ല. നമ്മളതിനും വർഷങ്ങൾക്ക് മുൻപേ റാപ്ചറായി പോയി. ഇത് യഹൂദൻ്റെ 7 വർഷത്തെ ആഴ്ചവട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഇവൻ 3.5 വർഷം ഭരിച്ച് 3.5 വർഷം എൻ്റെ ഭരണം തികയുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 സാക്ഷികൾ പ്രവചനം തുടങ്ങുമ്പോൾ യഹൂദൻ്റെ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നു. അവിടെ 3.5 വർഷം അവർ ശുശ്രൂഷിക്കുന്നു. അതിനുശേഷം 3.5 വർഷം കഴിയുമ്പോൾ ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം
ഈ രണ്ട് സാക്ഷികളെ കൊന്ന് ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു പൈശാചിക വ്യക്തിയായി സാത്താൻ്റെ അധികാരത്തോടുകൂടി 3.5 വർഷം ഇവിടെ പൈശാചികമായി ഭരിക്കുമ്പോൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ശേഷിപ്പുള്ള ഇസ്രായേൽ ജനത്തെയാണ് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യമെന്ന് പറയുന്ന വിശുദ്ധന്മാരായിരിക്കുന്നത്. അവർ രക്തസാക്ഷികളായി മൃഗത്തിൻ്റെ മുദ്രയോട് പടവെട്ടി ജയിച്ചവരാണ്. അത് 15-ന്റെ 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ പറയുകയാണ്, മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ മൃഗത്തിൻ്റെ സംഖ്യയോട് ജയിക്കേണ്ടവർ ആ 70-ാം ആഴ്ചവട്ടത്തിൽ, ആ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ, അതായത് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൻ്റെ പകുതി തുടങ്ങി എതിർക്രിസ്തു ഭരിക്കുമ്പോൾ അവൻ്റെ ആ ഭരണ വ്യവസ്ഥയിൽപ്പെടുന്ന 666 മുദ്ര സ്വീകരിക്കാതെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനം, അവർ രക്തസാക്ഷികളായി മരിക്കും. മറ്റുള്ളവർ കുറേ പേർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. കർത്താവ് പറഞ്ഞതുപോലെ സൈന്യം യെരുശലേമിന് ചുറ്റും കാണുമ്പോൾ നിങ്ങൾ മലകളിലേക്ക് ഓടിപ്പോകണം എന്ന് പറയുന്നത് പോലെ ഓടുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് ദൈവം ഒരുക്കുന്ന ഒരു വിശ്രമ സ്ഥലത്തേക്ക് വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകുവാൻ വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം കർത്താവിൻ്റെ വാക്ക് കേട്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോട് ചേർന്ന് ജീവിക്കാതെ അതിനെ എതിർത്ത് അവർ ഓടിപ്പോയി ഒളിച്ചിരിക്കുമ്പോൾ ദൈവം അവർക്കൊരു 3.5 വർഷക്കാലം സംരക്ഷണം നൽകും എന്നുള്ള വ്യക്തമായി പറയുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേലിലെ പുരോഹിത ഗണവും അതല്ലെങ്കിൽ ഉന്നത ഗണത്തെയും ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് മഹദിയാം ബാബിലോൺ. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ഈ മഹദിയാം ബാബിലോണിനെ സാത്താനെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്യുകയാണ്? എതിർ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ശിക്ഷ വിധിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ന്റെ 16-ാം വാക്യം, നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച്, എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിൻ്റെ അവിശ്വസ്ത ഗണത്തെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈ മൃഗവും അവൻ്റെ ആ രാജ്യവ്യവസ്ഥയും അവനോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ വ്യവസ്ഥകളൊക്കെ ഉടമ്പടി ചെയ്ത് ഈ ഇസ്രായേലിൻ്റെ ആ മേലാളന്മാർ ഒരിക്കൽ യേശു ക്രിസ്തുവിനോടും അപ്പോസ്തലന്മാരോടും എതിർത്ത് നിന്ന ഒരു കൂട്ടരെ പോലുള്ളൊരു കൂട്ടരാണ് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഇസ്രായേലിൽ അവിശ്വസ്ത ഗണം. അപ്പോൾ വിശ്വസ്തരായ ഗണം അവിടെ എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് രക്തസാക്ഷികളായി മരിക്കുന്നു. അവർ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവർ ഓടി മറഞ്ഞ് രക്ഷപ്പെടുന്നു. 3.5 വർഷം ദൈവം അവരെ പോറ്റി രക്ഷിക്കുന്നു. അങ്ങനെ ഒരു ജനം ഇസ്രായേലിൽ ശേഷിക്കുന്നുണ്ട്. 1/3 ദൈവം ശുദ്ധീകരിച്ചെടുക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ ഒരു ശേഷിപ്പിനെ ദൈവം ശുദ്ധീകരിച്ചെടുക്കും. മറ്റുള്ള അവിശ്വസ്ത കൂട്ടരെ എതിർ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ന്യായം വിധിച്ചിട്ട് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അവിടെ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് കർത്താവ് വരികയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ ഒരു വെള്ളക്കുതിര വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുമേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. താഴേക്ക് വായിക്കുകയാണ്, അവന് ദൈവവചനം എന്ന് പേർ. ദൈവവചനം എന്ന് പേരുള്ളവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു കുതിരപ്പുറത്ത് ഇവിടെ യുദ്ധത്തിനായി കടന്നു വരികയാണ്. അപ്പോൾ ഈ ലോകത്ത് അവിശ്വസ്തരായി ദൈവത്തിൻ്റെ കൂടെ നിൽക്കാതിരുന്ന ഈ ലോകജാതികളും അപ്പോൾ തന്നെ ഈ മൃഗവും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവും ഇവിടെ നിൽക്കുകയാണ്. അവനെ എന്ത് ചെയ്യും? വെളിപ്പാട് പുസ്തകം 19-ന്റെ 20-ാം വാക്യം, മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് ജീവനോടെ തള്ളിക്കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ ആ പ്രഭാവത്തിൽ അവൻ്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയുമെന്ന് പറയുന്നത് പോലെ ഈ സാത്താനെയും എതിർ ക്രിസ്തുവിനെയും അപ്പോൾ തന്നെ കള്ളപ്രവാചകനെയും കർത്താവ് ന്യായം വിധിക്കുകയാണ്. അപ്പോൾ ഈ കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് ഇടുകയാണ്. അപ്പോൾ തന്നെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടയ്ക്ക് ചങ്ങലയിട്ടു. അപ്പോൾ 1000 വർഷത്തേക്ക് സാത്താനെ ബന്ധിക്കുന്നു. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്ക് ഇടുന്നു. ഇത് 7 വർഷത്തെ ആഴ്ചവട്ടത്തിൻ്റെ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ ഒടുവിൽ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ദൈവരാജ്യം ഇവിടെ 1000 വർഷം ഇവിടെ സ്ഥാപിക്കുകയാണ്. 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ ഒന്ന് അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിടുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ഇവിടെ പറയുകയാണ് 20-ന്റെ 7-ാം വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കുകളിലുമുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ, എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ പീഡാകാലം അതിജീവിക്കുന്ന ശേഷിപ്പിൽ നിന്നും 1000 വർഷം ഈ ലോകത്തെ ദൈവം ഭരിക്കുമ്പോൾ
മണൽത്തരി പോലെ ജനം പെറ്റുപെരുകുമെന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിവിടെ ശ്രദ്ധേയമാണ്. അങ്ങനെ സാത്താനെ അഴിച്ചുവിടുമ്പോൾ ഈ മണൽത്തരി പോലെ പെറ്റുപെരുകിയ കർത്താവിൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് കീഴിൽ സമ്പൽ സമൃദ്ധി അനുഭവിച്ച ഈ നന്ദികെട്ട ജനം വീണ്ടും എന്തു ചെയ്യും? സാത്താൻ്റെ കൂടെ ചേർന്ന് വിശുദ്ധന്മാരെയും പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ എന്തു ചെയ്യും? എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? 1000 വർഷം കഴിയുമ്പോൾ സാത്താൻ ഒന്ന് അഴിച്ചുവിടും. അപ്പോൾ ഈ ഭൂമിയിലുള്ള ആളുകൾ മുഴുവനും സാത്താൻ്റെ പിന്നിലേക്ക് അണിനിരന്നുകൊണ്ട് ആ വിശുദ്ധ നഗരത്തെ ജെറുസലേമിനെ കർത്താവിനെതിരെയും യുദ്ധം ചെയ്യാൻ പോകും. ദൈവപരം എന്ത് ചെയ്യും? അവൻ ഇറങ്ങി വന്നുകൊണ്ട് എന്ത് ചെയ്യും? തൻ്റെ വായിലെ ശ്വാസത്താൽ അവരെ നശിപ്പിച്ചു കളയും, അവരെ ദഹിപ്പിച്ചു കളയും. അപ്പോൾ തന്നെ ആ സാത്താനെ പിടിച്ച് 1000 വർഷങ്ങൾക്ക് മുൻപ് കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഇട്ടിരിക്കുന്ന ആ തീപ്പോയിലേക്ക് കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്ത് സാത്താനെയും ആ ഗന്ധകം കത്തുന്ന തീപ്പോയിലേക്ക് ഇട്ട് സാത്താനെ എന്നേക്കുമായി തകർത്ത് തച്ചുടയ്ക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ചരിത്രമാണ്, അല്ലെങ്കിൽ വിജയ ചരിത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു വെള്ളസിംഹാസന ന്യായവിധി. ഇന്നുവരെ കർത്താവിൻ്റെ വചനം കേട്ടിട്ടും വിശ്വസിക്കാതെ മരിച്ചുപോയ സകല ദുഷ്ടന്മാരെയും അവരുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി നിത്യനരകത്തിലേക്ക് തള്ളുന്ന, രണ്ടാമത്തെ മരണത്തിലേക്ക് തള്ളുന്ന ഒരു ന്യായവിധിയും കർത്താവ് നടത്തും. അതിനുശേഷമാണ് ഈ ലോകത്തിലെ സകല വ്യവസ്ഥിതികളെയും ന്യായം വിധിച്ച് ഒരു ഫിൽട്ടർ വർക്ക് ചെയ്ത് വിശുദ്ധ ഗണത്തെ മാത്രം, എന്ന് പറഞ്ഞാൽ എഫെസ്യ ലേഖനം 1:10 പറയുന്ന പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നിക്കുക എന്നിങ്ങനെയുള്ള ഒരു കാലസമ്പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും. പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ പുത്തനാം യെരൂശലേം, ആ നഗരം ഭൂമിയിൽ സ്ഥാപിതമാവുകയാണ്. അങ്ങനെ അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും സ്വർഗീയ സൈന്യങ്ങളും പിതാവും പുത്രനുമായ ദൈവവും ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഈ ജനങ്ങളോട് കൂടെ, അല്ലെങ്കിൽ ഇതാ മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദൈവം മനുഷ്യനോട് കൂടി വസിക്കാൻ പോവുകയാണ്. ആ പുത്തനാം യെരൂശലേമിൽ കർത്താവിന് വേണ്ടി നാം ചെയ്തതിന് പ്രതിഫലവും വാങ്ങി, പൊസിഷനും വാങ്ങി, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ കൂട്ടവകാശികളായി നിത്യമായി ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിന്തിച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അനുഭവിക്കേണ്ട കഷ്ടങ്ങൾ. 2, യാക്കോബിൻ്റെ കഷ്ടം എന്ന് പറയുന്ന ഒരു കഷ്ടം. അപ്പോൾ തന്നെ മിഡ് ട്രിബുലേഷനും ശബത്തും അത് വളരെ തെറ്റായ ഉപദേശമാണ് എന്നുള്ളതും നമുക്കിവിടെ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് സഭയുടെ കഷ്ടങ്ങളിൽ യാക്കോബിൻ്റെ കഷ്ടവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടാണെന്നുള്ളത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലും ഉപദേശ പെശകുകളിലും ചെന്ന് പെടുവാനിടയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് നിത്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.